ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വിക്രം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. ശങ്കരനാരായണൻ വിക്രത്തിന് അനുകൂലമായി തെളിവുകളൊക്കെ ശേഖരിക്കുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതി വിക്രത്തിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പുറത്ത് ഇറങ്ങുകയും ചെയ്യുകയാണ്. അതിനുശേഷം വിക്രത്തിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വിശ്വമാണ് വരുന്നത്. അങ്ങനെ വിശ്വം വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മാഷിന് തീരെ വയ്യാതിരിക്കുകയാണ്. അതിനുശേഷം മാഷ് വിക്രത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വിക്രം തുടർപഠനം നടത്തിയതും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റും ഒക്കെ മാഷ് ചോദിക്കാൻ വിക്രത്തിനടുത്ത്. അങ്ങനെ വിക്രം അതെല്ലാം കാണിക്കും. അത് മാഷിന് വലിയ സന്തോഷമാവുന്നുണ്ട്. മാഷ് പറയും, നീ പഠനം തുടർന്നെന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇനി നിനക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. നീ തുറന്ന് പഠിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിൻ്റെ അമ്മയാണ്. പക്ഷേ ഈ സന്തോഷം കാണാൻ അവളില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഇത് കൊണ്ടുവെക്കണമെന്ന് പറയും, സർട്ടിഫിക്കറ്റ്. അങ്ങനെ കമലമ്മയുടെ ഫോട്ടോ എടുത്ത് കുറച്ച് നേരം സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവെക്കുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ശ്രീജ വിളിക്കുന്നുണ്ട്. ആ സമയത്തിന് ശ്രീജേട്ടത്തി ഒരുപാട് ക്ഷീണിച്ചു പോയി. അത് പിന്നെ വിക്രം, ഞാനങ്ങ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ മില്ലിലെയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ശ്രീജ അല്ലേ എന്ന് പറയും. ആ ചോദിക്കും, അപ്പുമോൾ എവിടെ? അപ്പു വരാൻ വൈകുന്നേരം ആവും. അവളിപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എൻട്രൻസ് കോച്ചിങ്ങിന്? അവൾ അത്രയ്ക്ക് വലിയ കുട്ടിയായോ? പിന്നെ ഇപ്പോൾ എത്ര വർഷമായി? അവൾ +2 കഴിഞ്ഞു. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് കൂടി ചെയ്യുന്നുണ്ട്. അവളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് തടസ്സം നിന്നില്ലെന്ന് പറയും. അപ്പോൾ മാഷും പറയും, അതെ, അവൾ നല്ല മിടുക്കിയാണ്, പഠിക്കാനും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറയും. പിന്നെ വിശ്വവും ശ്രീജയും നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ട് അവളെ പഠിപ്പിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ചെറിയച്ചാന്ന് വിളിച്ചുകൊണ്ട് അപ്പു വരുന്നത്. മോളെ അപ്പു, ഞാൻ ചെറിയച്ചനെ കാണാൻ എന്തോരം ആഗ്രഹിച്ചിരുന്നതെന്നറിയാവോ? ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും വന്നേനെ ചെറിയച്ചനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. ഓ, അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു എന്നെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് വയ്ക്കും. അതെന്താ, ചെറിയച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ചെറിയച്ചനെ ഞാൻ റിസീവ് ചെയ്യുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ചോദിക്കും, ചെറിയച്ച, ഇനി നമുക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അതെന്താ? ഇനി നമുക്ക് ചെറിയമ്മയും കൂടി കൊണ്ടുവരണം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറയും. പഴയതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കണം. അതാണ് അപ്പൂൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയും. അതിനുശേഷം ശ്രീജ പറയുന്നുണ്ട്, ചില സമയത്ത് അപ്പൂൻ്റെ വർത്തമാനം കേട്ട സംസാരിക്കുന്ന പോലെ തോന്നും. വെറുതെ ചെറിയമ്മയുടെ ഒരു ബുദ്ധിയും കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയും. എനിക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഇരുന്ന് കഴിക്കും. അതിനുശേഷം നമ്മുടെ വേദ താമസിക്കുന്ന വീടാണ് കാണിക്കുന്നത്. വേദയും ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പം മോളും തരുണും കൂടി ഇരുന്ന് സംസാരിക്കും. പറയും, അച്ഛൻ ഇന്ന് തന്നെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ അമ്മയും വന്നിട്ടുണ്ട്, നമുക്ക് പുറത്ത് പോകാമെന്ന് പറയും. ശരി മോള് റെഡിയാവും, അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറയും. ആ സമയത്ത് വേദയും തരുണിൻ്റെ അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീലക്ഷ്മി എടുത്ത് വേദ പറയും, അമ്മേ, ഞാൻ എൻ്റെ മോളോട് ചെയ്യുന്ന ഒരു ചതിയല്ലേ? അവൾ വളരും തോറും അവളെ സ്വന്തം അച്ഛനിൽ ഞാൻ മറച്ചു വെക്കുകയാണ്. അവൾ ഒരു കാരണവശാലും അവളെ സ്വന്തം അച്ഛനെ അവൾ കണ്ടിട്ടില്ല. ഇപ്പോഴും തരുണാണ് അവളെ സ്വന്തം അച്ഛനെന്നാണ് അവൾ കരുതുന്നതെന്നൊക്കെ ശ്രീലക്ഷ്മി അമ്മയോട് പറയും. മോളെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മോളത് ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചും കൂടി മുതിരട്ടെ. അതിനുശേഷം നമുക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ധൃതി പിടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട. എന്തായാലും നീ തന്നെ അല്ലേ മോളെ ഗൗരി മോളുടെ അമ്മ എന്നൊക്കെ ശ്രീലക്ഷ്മി അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഗൗരി വന്നിട്ട് പറയും, അമ്മേ, വാ നമുക്ക് പുറത്ത് പോകാമെന്ന് പറയും. എങ്കിൽ നിങ്ങളെല്ലാവരും പുറത്തൊന്ന് പോയിട്ട് വരാൻ പറയും. ഞങ്ങൾ മാത്രമല്ല, അച്ഛമ്മയും കൂടെ വരണം. അയ്യോ, ഞാനൊന്നും വരുന്നില്ല മോളെ, എനിക്ക് യാത്ര ചെയ്യാനൊന്നും നല്ല സുഖമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അച്ഛമ്മയും കൂടി ഞങ്ങളുടെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ശ്രീലക്ഷ്മി അമ്മയും വേദയും തരുണും മോളും എല്ലാം കൂടി പുറത്തോട്ട് പോവുകയാണ്. പുറത്തൊരു മോളിലൊക്കെ പോകും. അതിനുശേഷം ഫുഡൊക്കെ കഴിക്കും. ഒരു ചെറിയൊരു ട്രിപ്പ് കണക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് നമ്മുടെ ദേവരാജൻ്റെ ഗുണ്ടകൾ തരുണിനെയും വേദയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തരുണിൻ്റെ വീട്ടിൽ ദേവരാജൻ്റെ ഗോഡൗണിൽ കയറി വേദ റെയ്ഡ് നടത്തുകയും അത് സംബന്ധമായിട്ട് ദേവരാജനെ വേദ തല്ലുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ദേവരാജനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പിങ്സൊക്കെ വേദ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒത്തീർപ്പിന് വേദ തയ്യാറായിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു റിവെഞ്ച് ദേവരാജന് വേദയോടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മറ്റേ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു അപകടപ്പെടുത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വരുന്ന വണ്ടി ദേവരാജൻ്റെ ഗുണ്ടകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിക്കകത്തിരുന്ന് മോള് തരുണിനോട് സംസാരിക്കുകയാണ്. അച്ഛാ, ഞാൻ എപ്പോഴും കരുതും, അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ അമ്മ എന്താ എപ്പോഴും പുറകെ ഇരിക്കുന്നത്? എല്ലാ അച്ഛന്മാരും ഡ്രൈവ് ചെയ്യുമ്പോൾ അമ്മമാർ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്താ അമ്മ എപ്പോഴും പുറത്തിരിക്കുന്നതെന്ന് ചോദിക്കും.
അപ്പോൾ വേദ പറയും അത് മോളെ അമ്മയ്ക്ക് ഫ്രണ്ടിലിരുന്ന് ഛർദ്ദിക്കാൻ വരും അതുകൊണ്ടാണെന്ന് പറയും. ഓ അതുകൊണ്ടാണോ എന്ന് ചോദിക്കും. മോളുടെ പല ചോദ്യങ്ങൾക്കും വേദ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പറയും എനിക്ക് ഈ റേസ് ചെയ്യുന്ന കാറ് മേടിച്ച് വന്നാൽ മതി അച്ഛാ ഇനി ടോയ്സ് ആയിട്ടൊക്കെ മേടിക്കുമ്പം, എനിക്കല്ലാത്ത ടോയ്സ് ഒന്നും വേണ്ട. അപ്പോഴത്തേക്ക് ശ്രീലക്ഷ്മി അമ്മ പറയും അച്ഛൻ്റെ മോള് തന്നെ എപ്പോഴും ബൈക്ക് കാറ് ഇമാതിരി സാധനങ്ങൾ മാത്രം, ഇതൊക്കെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സാധനമാണോ എന്നൊക്കെ ചോദിക്കും. അതെന്താ അമ്മേ ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമൊന്നുമില്ല, എല്ലാ കുട്ടികളും ഒരുപോലത്തെ ടോയ്സൊക്കെ തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി തരുൺ കാണുന്നുണ്ട് തങ്ങളുടെ വണ്ടിയെ ഫോളോ ചെയ്ത് മറ്റൊരു വണ്ടി വരുന്ന കാര്യം. അങ്ങനെ തരുൺ വണ്ടി വെട്ടിച്ചൊക്കെ ഓട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് മോൾ ഓരോന്ന് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദ പറയുന്നുണ്ട് മോളെ അച്ഛൻ ഡ്രൈവ് ചെയ്യല്ലേ, അത് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ, മോൾ ഇവിടെ ഇരിക്കാൻ പറയും. അപ്പോഴത്തേക്ക് തരുണിന് മനസ്സിലാവുന്നുണ്ട് എന്തോ അപകടം വരുന്നുണ്ടെന്ന്. ആ സമയത്ത് സേതുലക്ഷ്മി അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരോ വണ്ടിയിൽ ഫോളോ ചെയ്യുന്നുള്ളത്. ആ സമയത്ത് തന്നെ കാറ് വെട്ടിച്ചൊക്കെ തരുൺ വെട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് മോള് പറയും ഞാനിപ്പം കണ്ട റേസ് ചെയ്ത കാറ് കണക്കാണല്ലോ ഇപ്പോൾ അച്ഛനും വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കാണ് കാറ് കൊണ്ടുചെന്ന് അവരുടെ കാറിലോട്ട് തട്ടുകയാണ്. ആ സമയത്ത് തരുൺ പറയുന്നുണ്ട് വേദ മോളെ നല്ലോണം പിടിച്ചോളാൻ പറയും. ആ സമയത്ത് കാറ് വന്ന് ഇടിക്കുന്ന സമയത്ത് മോള് ബാക്കിൽ സീറ്റിൽ വന്ന് തലയിടിക്കുകയും മോളുടെ തല മുറിയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേദ പെട്ടെന്ന് നിലവിളിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് കരയുകയാണ്. പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനൊക്കെ വേദ പറയുന്നുണ്ട്. അങ്ങനെ മോളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തരുണിന് മനസ്സിലാവുന്നുണ്ട് ഇത് വേദയ്ക്കെതിരെ നടന്ന ഒരു പ്രതികാരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ദേവരാജൻ എന്ന ആളാണെന്നുള്ള കാര്യം തരുണിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തരുൺ ദേവരാജനെ കാണാനായിട്ട് രാത്രി ദേവരാജൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആ സമയം തന്നെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. മോള് നിലവിളിക്കുന്ന അതേ സമയം തന്നെ വിക്രം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഇപ്പോൾ മാഷി ചോദിക്കും എന്താ മോനെന്ന് ചോദിക്കും. അതോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടെന്ന് പറയും. കുഞ്ഞിൻ്റെ കരച്ചിലോ? ഇവിടെ ഇപ്പോൾ ഏതാ കുഞ്ഞുങ്ങൾ കരയാൻ? അത് അറിയില്ല അച്ഛാ, ഞാൻ ആദ്യമായിട്ട് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അമ്മയുടെ മരണത്തിൻ്റെ അന്നാന്ന് പറയും. അതിനുശേഷം എൻ്റെ കൂടെ തന്നെ ആ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും ഞാൻ ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ നല്ലോണം ആ കുഞ്ഞ് കരഞ്ഞ പോലെ എനിക്ക് തോന്നിയെന്ന് പറയും. അത് മോനെ നീ ജയിലിലൊക്കെ കിടന്ന സമയത്ത് പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടന്നതിൻ്റെ ഒരു ഹാലൂസിനേഷൻ ആയിരിക്കും ഒരുപക്ഷെ, അല്ലാതെ ഒന്നും ആയിരിക്കത്തില്ലെന്ന് പറയും. മോൻ കിടന്നോളാൻ പറയും. അച്ഛൻ കിടന്നോ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഒരു ജാറിരിക്കും, അതിൽ വെള്ളം എടുക്കാനായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ആ സമയം നോക്കുമ്പോഴത്തേക്ക് അപ്പുമോൾ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. ആ സമയത്ത് അപ്പുമോളെ കുറച്ച് നേരം വിക്രം നോക്കി നിന്നിട്ടങ്ങ് റൂമിലോട്ട് ചെല്ലും. ആ സമയം വിക്രം ആലോചിക്കും എനിക്കും വേദയ്ക്കും ഒരു മകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ കണ്ടേനെ എന്നൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം മോള് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് വേദ മോളെ ഇങ്ങനെ അടുത്തിരുത്തുകയാണ്. ആ സമയത്ത് മോള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ആ സമയത്തൊരു മോളെ അമ്മ മോളുടെ അടുത്ത് ഇരിപ്പില്ലേ, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കണ്ടാൽ മതി, മോളെ കരയാതെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ ആശ്വസിപ്പിക്കുന്നെങ്കിലും തരുണിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് മോള് കിടന്ന് കരച്ചിൽ തുടങ്ങും. ആ സമയത്ത് സിസ്റ്റർ പറയും നിങ്ങൾ കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തു, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ കരഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയും. അങ്ങനെ തരുണിനെ വിളിക്കുന്നെങ്കിലും തരുൺ ഫോൺ എടുക്കുന്നില്ല. തരുൺ ദേവരാജൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് കോളിംഗ് ബെല്ല് കേട്ടുകൊണ്ട് ഭാര്യ പറയും ആരോ ബെല്ലടിക്കുന്നു, നിങ്ങൾ പോയി നോക്കാൻ പറയും. അങ്ങനെ ദേവരാജൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് തരുണിനെയാണ്. അല്ല സാറെന്താ ഈ സമയത്ത് ഇവിടെ? ഓ ഞാൻ വെറുതെ ദേവരാജനെ ഒന്ന് കാണാൻ വന്ന ഈ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തായാലും വന്നേ ഇല്ലേ, അകത്തോട്ട് കയറാം. അല്ല ഷൂ ഊരണോ? അല്ലെങ്കിൽ വേണ്ട, കാലിൽ കിടന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തോട്ട് കയറും. കുറച്ച് കഴിഞ്ഞിട്ട് പറയും എന്താ ദേവരാജൻ ഇങ്ങനെ നിൽക്കുന്നത്, ഇരിക്കും ദേവരാജൻ എന്ന് പറയും. ചോദിക്കും ചേച്ചിയും വന്നോ? എന്തായാലും രാത്രി വന്നില്ലേ, ചേച്ചി ഒരു ചായ ഇടാൻ പറയും. ചെല്ലുവ ചായ ഇടാൻ ദേവരാജൻ പറയും. അമ്മ ചോദിക്കും അപ്പോഴത്തേക്ക് മോളെന്ത് ചെയ്യും, മോൾ ഉറക്കമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോളിങ്ങനെ ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് ചോദിക്കും അല്ല മോള് എന്താ മോളുടെ പേര്? അനക്ക മോൾ പേടിച്ചോ? അപ്പോഴത്തേക്ക് മോള് പറയും പേടിച്ചു. അപ്പോൾ പറയും പേടിക്കണ്ട, ഞാൻ മോളെ ഉപദ്രവിക്കാനൊന്നും വന്നേല കേട്ടോ, വെറുതെ മോളെ കണ്ടപ്പം ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ മോളെ പോയി കിടന്നുറങ്ങിക്കോ. ഉടനെ പറയും സാർ പ്ലീസ് മോളെ പേടിപ്പിക്കില്ലെന്ന് പറയും. തൻ്റെ മോളെ ഒന്ന് ഞാൻ സംസാരിച്ചപ്പോൾ തനിക്കത് പേടിയായി. കൊച്ചു കുഞ്ഞുങ്ങളോട് പ്രതികാരം വീട്ടാൻ ഉള്ളൊരു മനുഷ്യനല്ലടോ ഞാൻ. താൻ ചെയ്തു, താൻ കാരണം ഇന്ന് എൻ്റെ മോള് ആക്സിഡൻറ്റിൽ പെട്ടു, അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവരവരുടെ മക്കളെ തൊട്ടാലോ എന്തെങ്കിലും പറഞ്ഞാലോ അവരവർക്ക് വേദനിക്കും. തൻ്റെ മോൾക്ക് ഞാൻ സംസാരിച്ചപ്പോൾ തനിക്ക് വേദനിച്ചു. അതുപോലെ തന്നെ അവിടെ എൻ്റെ മോൾക്ക് ഒരു അപകടം പറ്റിയപ്പോൾ തനിക്ക് ഇപ്പം ഈ മര്യാദയ്ക്ക് സംസാരിക്കുന്ന തരുണിനെ മാത്രമേ തനിക്ക് അറിയത്തുള്ളൂ. തനിക്ക് ഒരുപാട് വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടല്ലോ.
താൻ അതുകൊണ്ട് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താനൊന്ന് അന്വേഷിച്ചാൽ മതി, തരുൺ ദബാങ് ആരായിരുന്നു ഡൽഹിയിലെന്നുള്ളത്. ആ പഴയ തരുണിനെ മാറ്റിവെച്ചു ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ്. ആ എന്നെ വീണ്ടും പഴയൊരു ജീവിതത്തിലോട്ട് താൻ കൊണ്ടെത്തിക്കരുത്. എത്തിച്ചാൽ അത് തനിക്ക് നല്ലതായിരിക്കത്തില്ല. ഇത് ഞാൻ തനിക്ക് തരുന്ന ഒരു വാണിങ്ങാണ്, ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് വരും. ആ സമയത്തേക്കും തരുണിൻ്റെ അമ്മ ചോദിക്കും, എന്താ മോനെ, ഞാൻ എത്ര തവണ നിന്നെ വിളിക്കുന്നു എന്ന് ചോദിക്കും. മോൾക്ക് എങ്ങനെയുണ്ട്? മോള് അപ്പത്തൊട്ട് കരയുവാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പറയും. അങ്ങനെ ഓടി വന്നിട്ട് മോളെ എടുക്കുന്നുണ്ട്. അച്ഛൻ എവിടെ പോയിരുന്നു? ഞാൻ ദൂരോട്ടങ്ങ് പോവില്ല മോളെ. പിന്നെ ഗൗരി മോള് നോക്കിയപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ, എനിക്ക് എന്ത് വിഷമമായെന്നറിയാം. ഇനി അച്ഛൻ എങ്ങോട്ടും പോകത്തില്ല, മോളുടെ കൂടെ തന്നെ കാണുന്നവരെ. അങ്ങനെ മോളെ എടുത്തുകൊണ്ട് തരുൺ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണ്. അതിനുശേഷം രാവിലെ വിശ്വം താമസിക്കുന്ന വീട്ടിലോട്ട് പോലീസ് വരുന്നുണ്ട്. അതും സാബു എസ്ഐയും ശ്രീകാന്തുമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് വിശ്വം ഇറങ്ങി വരും. എന്താടാ ഈ വണ്ടിക്കകത്ത്? അപ്പോഴും വിശ്വം പറയും, അത് സാറേ, ഇത് കുറച്ച് കറി പൗഡറുകളും മസാലകളും ഒക്കെ ഞങ്ങളിത് വിറ്റാണ് ഉപജീവനം നടത്തുന്നതെന്ന് പറയും. ഓ, ഇത് ചില പൊടികളാണെന്നൊക്കെ എനിക്കറിയാം, ഇതിൻ്റെ കൂടെ ചില കഞ്ചാവ് പൊടിയും കൂടി ഉണ്ടെന്നാണ് എനിക്കൊരു വിവരം കിട്ടിയിട്ടുള്ളത്. ജയിലിൽ കിടന്നവനൊക്കെ പുറത്തിറങ്ങിയില്ലേ, അപ്പോൾ അതിൻ്റെ ബിസിനസ്സും കൂടി നടക്കുന്നുണ്ടായി. ഇതിൻ്റെ മറവിലാകുമ്പോൾ അതും അങ്ങ് നടന്നു പോകും. അപ്പോഴത്തേക്കാണ് വിക്രം ഇറങ്ങി വരുന്നത്. എന്താടാ, നീ വല്ലതും വെച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇവിടെ? ഉടനെ പറയും, സാർ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഓ, നീ അത് പറയണ്ട, പണ്ട് നിൻ്റെ അച്ഛൻ്റെ ബാഗിൽ കഞ്ചാവ് വെച്ച ബിരുദനല്ലേ നീ എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. എന്തായാലും ഇത് പരിശോധിച്ചിട്ടുള്ള ബാക്കി കാര്യമെന്ന് പറയും. ആ സമയത്ത് വിശ്വം പറയും, സാറേ പ്ലീസ് ഇങ്ങനൊന്നും ചെയ്യരുത്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നത്. ആ സമയത്ത് ശ്രീജയൻ പറയും, സാറേ ഇതൊരു വാടക വീടാണ്, ഇവിടെ പോലീസുകാരൊക്കെ വരികയും റെയ്ഡൊക്കെ നടക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അതേ, നിങ്ങളുടെ സൗകര്യം നോക്കിയാണ് ഞങ്ങൾ റെയ്ഡിന് വരുന്നത്. കഞ്ചാവിൻ്റെ ഏർപ്പാടുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ആ സമയത്ത് മാഷ് അങ്ങോട്ട് വരും. സാറേ എന്തിനാണ് എൻ്റെ മകനെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ചെയ്യാത്ത തെറ്റിനാണ് അവൻ 5 വർഷം ജയിലിൽ കിടന്ന് അവനിപ്പോൾ പുറത്തിറങ്ങി വന്നതേ ഉള്ളൂ. ഒരു നല്ല ജീവിതം അവൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളായിട്ട് ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അയ്യോ പിന്നെ ഞങ്ങൾ പ്രശ്നത്തിനൊന്നും വന്നേയില്ല, ഇവന് കഞ്ചാവിൻ്റെ ബിസിനസ് ഉണ്ടെന്നുള്ള തെളിവ് കിട്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് ശ്രീകാന്ത് പറയും. നീ കൂടുതൽ സംസാരിക്കുന്നത് ശ്രീകാന്തേ, നീയാണ് ഇയാളെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്ക് വിക്രം സാബുവിനെതിരെ തിരികെയാണ്. എടോ സാബു, കുറേ കാലം താൻ നടുപോലും പൊക്കാൻ വയ്യാതെ നട്ടിലെന്നുള്ളതും താൻ കുറേ നാൾ കിടപ്പില്ലായിരുന്നു. അതെന്നാ സംഭവിച്ചാൽ തനിക്ക് ഓർമ്മയുണ്ടല്ലോ, അതിന് കാരണം എന്താണെന്നുള്ളതും. അതേപോലെ അവസ്ഥ തനിക്കിനി ഉണ്ടാവരുത്. ഇനി അങ്ങോട്ട് അവസ്ഥ ഉണ്ടായാൽ തൻ്റെ ഭാര്യ ചിലപ്പം വെള്ളസാരി കൊടുത്ത് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതും കൂടി താൻ ഇടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കണം. എന്താടാ നീ പറഞ്ഞത്? അതേടോ, താനിപ്പോൾ ഇത് റെയ്ഡ് ചെയ്യാനായിട്ട് താൻ വന്നേയില്ലേ, പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ വണ്ടി തുറക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെന്തെങ്കിലും കഞ്ചാവോ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഈ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്താലോ. അതുകൊണ്ട് നിങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം താൻ ഈ വണ്ടി പരിശോധിച്ചാൽ മതി. തനിക്ക് 5 വർഷം ജയിലിനകത്ത് കിടന്ന് വിക്രത്തിനെ അറിയത്തുള്ളൂ. കുറച്ച് നാൾ ഞാൻ ജയിലിൽ കിടന്നെന്ന് കരുതി എൻ്റെ ശൗര്യവും ഒന്നും പോയിട്ടില്ല. താൻ ഇനിയും എന്നെ ഓരോന്നിൻ്റെ പേരിലും മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കയ്യും കെട്ടി വിക്രം നോക്കിയിരിക്കത്തില്ല. എന്താടോ, തനിക്ക് പരിശോധിക്കണോ എന്ന് പറയും. ആ സമയത്ത് വിക്രത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ശ്രീകാന്ത് സാബുവിൻ്റെ അടുത്ത് പറയും, വേണ്ട തിരിച്ചു പോകാമെന്ന് പറയും. നീ കരുതിയിരുന്നോടാ, ഇതിനുള്ള പ്രതികാരം, ഇതിനുള്ള പക ഞാൻ നിൻ്റെ അടുത്ത് വീട്ടിയിരിക്കുമെന്ന് പറയും. ശരി, എനിക്ക് അങ്ങനെ ആവട്ടെ എന്ന് പറയും. അതിനുശേഷം സാബുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് ശ്രീകാന്ത് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആദ്യമേ വണ്ടിയങ്ങ് എടുത്ത് പോവും. പക്ഷേ കൊട്ടേഷൻ തന്ന ആൾ ആദ്യമേ അങ്ങ് പോയി. ഇനി സാറിനും പോകണ്ടേ എന്ന് പറയും. നിന്നെ ഞാൻ എടുത്തോളാം, ശരി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ നോക്കി ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കുകയാണ് വിക്രം. അതിനുശേഷം ശ്രീജയടുത്തും വിഷത്തിനും പറയും, നിങ്ങൾ പേടിച്ചു പോയോ? ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെയും ഓരോ കേസുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് അവരൊക്കെ ശ്രമിക്കുന്നത്. നമ്മളതിൽ നിന്ന് കൊടുക്കാതിരുന്നാൽ മതി മോനെ. ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ നിന്നെ പിന്നെയും ദ്രോഹിക്കുവാണല്ലോ എന്നൊക്കെ മാഷ് പറയും. സാരമില്ല അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും കോടതി എന്നെ വെറുതെ വിട്ടാലും സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഒരു കൊലപാതകിയും കഞ്ചാവ് കേസിലെ പ്രതിയും ഒക്കെയാണ്. സത്യം നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, നാട്ടുകാർക്കൊന്നും അറിയത്തില്ലല്ലോ. എന്തൊരു വിധിയാ മോനെ നിൻ്റേത്, എത്ര വർഷം കൊണ്ട് നീ ഇത് അനുഭവിക്കുന്നു എന്ന് പറയും. എന്നൊക്കെ പറഞ്ഞ് മാഷ് വിക്രത്തെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.